ഇരുന്ന് ബോറടിച്ചോടാ. നമുക്കേ ഇവിടുന്ന് രാത്രി 10 മണിക്ക് മുമ്പ് ഇറങ്ങാം. അപ്പോഴേക്കും പോകാനുള്ള വണ്ടി വരും. ഗൂഗിൾ, മാഷന്റെ വീട്ടിൽ പോയി മഞ്ചാടി എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടിട്ടാണ് തിരിച്ചു പോയത്. അവരെ ഇനി മാഷ് കാണുന്നത് നീ ഇവിടുന്ന് പോയതിന് ശേഷമായിരിക്കും ജീവ. നീ വാക്ക് പാലിച്ചാലല്ലേ ജീവ മാഷിന് ആ രീതിയിൽ മകളോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റൂ. ഞാൻ ആരോടും ഒന്നും പറയാതെ പോയാ മാഷ് എന്തായിരിക്കും അവരോടൊക്കെ പറയുന്നത്? ജീവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നോ? അതെങ്ങനെയാ ജീവ മാഷിന് പറയാൻ പറ്റുന്നേ? നീ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും മാഷിനറിയില്ലല്ലോ. മാഷിനെന്നല്ല, ഈ ലോകത്താർക്കും അറിയില്ല. പിന്നെ കായലിൽ വീണ് കാണാതായതുകൊണ്ട് കടലിൽ നിന്നെങ്കിലും ജീർണിച്ചൊരു ഡെഡ് ബോഡി കിട്ടും എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോഴും അതുണ്ട്. കുറെ നാൾ കഴിയുമ്പോൾ ആ പ്രതീക്ഷയും എല്ലാവർക്കും നഷ്ടമാവും. അപ്പോഴായിരിക്കും മാഷിന്റെ മകളെ സമാധാനിപ്പിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് അപ്പ മഞ്ചാടിക്ക് തോന്നും. അങ്ങനെ അപ്പ അവള് അവിടെ അച്ഛന്റെ കൂടെ തിരിച്ചു പോകും. ഇങ്ങനെയൊന്നുമല്ലോ മാഷ് പറഞ്ഞത്. 2 വർഷം കാത്തിരുന്ന എന്റെയും മഞ്ചാടിയുടെയും കല്യാണം നടത്തി തരാന്നല്ലേ? അതെ, അതിന് മാറ്റമൊന്നുമില്ല. നീ പുറത്തുപോയി പഠിച്ച് 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ അനന്തം മാഷ് മഞ്ചാടിയെ നിനക്ക് തന്നെ കല്യാണം കഴിച്ചു തരും. അതെന്താ ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ എന്ന് പറയുന്നത്? ഞാൻ തിരിച്ചു വരുമെന്ന് മാത്രമല്ല, ബാംഗ്ലൂർ എത്തിയ ഉടനെ മഞ്ചാടി വിളിച്ച് കാത്തിരിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓ, അനന്തം മാഷിനോട് എനിക്കുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ഞാനിവിടുന്ന് പോകാൻ തയ്യാറാവുന്നു. എന്നുവെച്ച് തിരിച്ചു വരുന്നവരെ മഞ്ചാടിയുമായും എൻ്റെ വീട്ടുകാരുമായും ഒരു ബന്ധമില്ലാതെ കഴിയാനൊന്നും എനിക്ക് പറ്റില്ല. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ജീവ? ഇതൊക്കെ നീ അനന്തം മാഷിന്റെ മുഖത്ത് നോക്കി പറയണ്ടേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ബാംഗ്ലൂർ എന്നിട്ട് മാഷിനെ വിളിച്ച് വിശദമായിട്ട് സംസാരിച്ചോളാം. ഓ, അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഓ, അദ്ദേഹത്തിന് മനസ്സിലാവും ജീവ. പക്ഷെ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവണ്ടേ? പക്ഷേ ഞാൻ താലി കെട്ടാനിരുന്ന പെണ്ണിനെയാ നീ തട്ടിയെടുത്തു. നിന്നെ ബാംഗ്ലൂരിൽ പഠിക്കാൻ വിടണമെന്നാണ് ഞാൻ മാഷിനോട് പറഞ്ഞത്. പക്ഷേ ഞാൻ നിന്നെ കുറച്ചുകൂടെ ദൂരേക്ക് വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങ് മുംബൈക്ക്. മുംബൈക്കോ? അതെന്തിനാ മുംബൈക്ക് പോന്നേ? അവിടെയാ മോനെ നിനക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. നീ ഇടയ്ക്ക് മയക്കുമരുന്ന് ബിസിനസ്സും പെൺകുട്ടികളെ മയക്കി വീഡിയോ പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതിന് ബാംഗ്ലൂരിനേക്കാൾ സ്കോപ്പ് മുംബൈയിൽ തന്നെയാടാ. ഗൂഗിൾ ചില കൂട്ടുകെട്ടുകളിൽ പെട്ട് എനിക്ക് അങ്ങനെ
തെറ്റുകൾ പറ്റിയിട്ടുണ്ടോന്ന് ശരിയാ. ഓ. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ കൂട്ടുകെട്ടുകളൊന്നുമില്ല. അതിൽ നിന്നൊക്കെ ഞാൻ പിന്തിരിയാൻ കാരണം മഞ്ചാടിയാ. അവള് നല്ലവളാ ഗോകുൽ. അവളെ ഓർത്തെങ്കിലും നീ എന്നെ വെറുതെ വിട്. അവളെ ഓർത്തിട്ട് തന്നെയാടാ ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നത്. അനന്തമാഷ് നിന്നോട് 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാനല്ലേ പറഞ്ഞത്? എന്നാ ഞാൻ നിന്നോട് പറയുന്നു, നിനക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒരിക്കലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരരുത്. വരരുത്. നിനക്ക് മഞ്ചാടിയെ വേണോ അതോ നിന്റെ ജീവൻ വേണോ? ഗൂഗിൾ മഞ്ചാടി അവൾക്ക് ഞാൻ ഇല്ലാതെ ജീവിക്കാനാവില്ല. നീ ആരാ? ഗന്ധർവന്? മഞ്ചാടി ജീവിക്കും. നീ ഇല്ലാതായാലായിരിക്കും അവൾക്ക് ഏറ്റവും നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നത്. കൊച്ചിയിൽ ചരക്കിറക്കി മുംബൈയിലേക്ക് തിരിച്ചു പോകുന്നൊരു കണ്ടെയ്നർ ലോറി 10 മണിക്ക് ബൈപ്പാസിലൂടെ കടന്നുപോകും. നീ മാന്യമായിട്ട് പോകാൻ തയ്യാറായ അതിന്റെ ഡ്രൈവർ ക്യാബിനിലിരുന്ന് പോവാം. അതല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി ഞാൻ ഒഴിഞ്ഞ കണ്ടെയ്നറിനുള്ളിൽ കൂട്ടിക്കെട്ടി നാട് കിടത്തും. ഏത് വേണം നിനക്ക്? ഏത് വേണോടാ? പറയടാ, പറയടാ, പറയടാ.